നമ്മളുടെ ഗവൺമെൻറ് അത് കേന്ദ്രത്തിലുള്ളതായാലും സംസ്ഥാന തലങ്ങളിലുള്ളതായാലും ടാക്സ് ഈടാക്കുന്നത് സർക്കാരിൻ്റെ വരുമാനം നിലനിർത്താൻ വേണ്ടിയും അല്ലെങ്കിൽ സർക്കാരിൻ്റെ വരുമാനം കൂട്ടാൻ വേണ്ടിയാണ്. സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഡയറക്റ്റ് ടാക്സ് പിരിക്കാനുള്ള അധികാരമില്ല. നമ്മുടെ ഇൻകം ടാക്സ്, GST മാത്രം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് മാത്രം പിരിക്കാനുള്ള അധികാരമേ ഉള്ളൂ സംസ്ഥാനങ്ങൾക്ക്. ഇൻഡയറക്റ്റ് ടാക്സ് അല്ലാതെ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന ഇൻകം ടാക്സ് പൂർണ്ണ അധികാരം കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ വരുമാനം പൂർണ്ണമായിട്ട് ലഭിക്കുന്നതും കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇപ്പം ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ GST നമുക്ക് ഇന്ത്യയിലെ ഇൻഡയറക്റ്റ് ടാക്സ് ആയതുകൊണ്ട് എല്ലാ വ്യക്തികളും സാധനങ്ങളും സേവനങ്ങളും കൺസ്യൂം ചെയ്യുന്ന എല്ലാ വ്യക്തികളും അത് നേരിട്ട് കൊടുക്കുകയല്ല. നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റിൽ ടാക്സിൻ്റെ എമൗണ്ട് ഇൻക്ലൂഡ് ആയതുകൊണ്ട് എല്ലാ വ്യക്തികളും ഇൻഡയറക്റ്റ് ആയിട്ട് ടാക്സ് പേ ചെയ്യുന്നുണ്ട് എന്നുള്ള അസംഷനാണ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വമേധയാ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന സ്ലാബിന് മുകളിൽ ഒരു വ്യക്തിയുടെ വരുമാനം, ഇൻകം, അത് പല സോഴ്സിൽ നിന്നുള്ള ഇൻകം ഉണ്ട്. ആ സ്ലാബിന് മുകളിൽ ഇൻകം പോവുകയാണെങ്കിൽ നമ്മൾ സ്വമേധയാ ഗവൺമെൻറ്റിലേക്ക് TDS അല്ലെങ്കിൽ TCS ഒക്കെ ഒഴിച്ച്, TDS ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, അത് ഒരു വ്യക്തി ഒരു പ്രത്യേക സേവനം ലഭ്യമാക്കുമ്പോൾ ആ സോഴ്സിൽ നിന്ന് ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു വ്യത്യസ്തമായിട്ടുള്ള, അതൊരു ഡയറക്റ്റ് ടാക്സ് ആണ് എന്നാൽ തന്നെയും നമുക്ക് ടാക്സ് പേയർ അത് സ്വമേധയാ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ബാങ്കിൽ നമ്മുടെ ഫിക്സഡ് ഡിപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു സീലിങ്ങിന് മുകളിൽ പോവുകയാണെങ്കിൽ ബാങ്ക് TDS കട്ട് ചെയ്യും. സാലറി TDS കട്ട് ചെയ്യുന്നുണ്ട് എംപ്ലോയർ. അപ്പോൾ എംപ്ലോയി എന്ന് പറയുന്ന വ്യക്തി പിന്നെ ടാക്സ് നേരിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ബാക്കി നമ്മൾ പറയുന്ന ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വരുമാനം ഇപ്പറഞ്ഞ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന സ്ലാബിന് മുകളിൽ പോവുകയാണെങ്കിൽ ആ വ്യക്തി സ്വമേധയാ നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് അടക്കുന്നതാണ്. ഇൻഡയറക്റ്റ് ടാക്സ് GST നമ്മൾ നേരിട്ട് അടയ്ക്കുന്നതല്ല എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെ ഗവൺമെൻറ് വരുമാനം കിട്ടുന്നത് GSTയിൽ നിന്നാണ്. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടിശ്ശിക ഇനത്തിൽ, ഗവൺമെൻറ്റിന് കിട്ടാനുള്ള കുടിശ്ശിക ഇനത്തിൽ ഏറ്റവും കൂടുതൽ GSTയേക്കാളിൽ ആദായ നികുതി അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സ് ആണ് ഗവൺമെൻറ് കിട്ടാനുള്ളത്. ഏകദേശം 54.53 ലക്ഷം കോടി രൂപയുടെ കുടിശ്ശികയുണ്ടെന്നാണ് പറയുന്നത്. ഇൻഡയറക്റ്റ് ടാക്സിനേക്കാളിൽ ഡയറക്റ്റ് ടാക്സിൻ്റെ കുടിശ്ശികയാണ് ഗവൺമെൻറ് കിട്ടാനുള്ളത്. അപ്പം അങ്ങനെ കുടിശ്ശിക കിട്ടാനുള്ളതിൽ 10 കോടിക്ക് മുകളിൽ അടയ്ക്കാനുള്ളവരാണ് ഏറെയും ഉള്ളതെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. 53.53 ലക്ഷം കോടി രൂപ ഈ ജൂൺ 30 വരെയുള്ള കണക്കാണ്. അപ്പോൾ GSTയേക്കാൾ കൂടുതൽ വ്യക്തികൾ അടയ്ക്കേണ്ട ആദായനികുതിയാണ്, ഡയറക്റ്റ് ടാക്സാണ് കുടിശ്ശികയിലെ ഏറ്റവും കൂടുതലുള്ളതെന്ന് നമ്മുടെ കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി രാജ്യസഭയിൽ അറിയിപ്പിച്ചാണ്. 10 കോടിക്ക് മുകളിൽ കുടിശ്ശിക കൂടുതലുള്ളത് ആണ് ഏറ്റവും. 47.52 ലക്ഷം കോടി രൂപയാണ് ആദായ നികുതി ഇനത്തിൽ, അതായത് ഇൻകം ടാക്സിൽ. ഇതിൽ 35.48 ലക്ഷം കോടി ലഭിക്കാനുള്ളത് 10 കോടി രൂപയ്ക്ക് മുകളിൽ ഉള്ള അക്കൗണ്ടുകളിൽ നിന്നാണ്. GST അനുബന്ധ നികുതി 7.01 ലക്ഷം കോടി രൂപയാണ്. അതിൽ 2.66 ലക്ഷം കോടി രൂപ 10 കോടി രൂപയ്ക്ക് മുകളിലുള്ള അക്കൗണ്ടുകളിലാണ്. എന്നിരുന്നാലും GSTയേക്കാൾ കൂടുതൽ കുടിശ്ശികയുള്ളത് ഇൻകം ടാക്സിനാണ്, ഡയറക്റ്റ് ടാക്സിനാണ്. പക്ഷേ ഇന്ത്യയിലെ ഡയറക്റ്റ് ടാക്സ് പേ ചെയ്യുന്ന ആൾക്കാരുടെ പെർസെൻറ്റേജ് കണക്കുകൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ വളരെ കുറവാണ്. ഗവൺമെൻറ് ടാക്സ് നെറ്റൊക്കെ വളരെ തന്ത്രപൂർവ്വം സിസ്റ്റമാറ്റിക്കായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനകത്തിൽ കൂടുതൽ കൂടുതൽ ആൾക്കാരെ ടാക്സ് നെറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തന്നെയും പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ടാക്സ് കൊടുക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് കുടിശ്ശികയിൽ 3.71 ലക്ഷം കോടി നിയമതർക്കങ്ങളിൽപ്പെട്ട് കിടക്കുന്നുണ്ട്. ആദായ നികുതിയിൽ ഏകദേശം 31.26 ലക്ഷം കോടി രൂപയുടെ നിയമതർക്കം നിലനിൽക്കുന്നുണ്ട്.
തീർച്ചയായിട്ടും വരുമല്ലോ, നിയമപ്രശ്നങ്ങളുണ്ടാകും. കാരണം ടാക്സ് പെയർക്ക് നിയമപരമായിട്ട് ഉള്ളൊരു മുമ്പോട്ട് പോകാൻ ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയുന്നത് ഡിസഗ്രിമെന്റോ അല്ലെ കോൺഫ്ലിക്റ്റോ ഒക്കെ വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിയമസാധ്യതകൾ തേടാവുന്നതാണ്. അങ്ങനെ ആ നിയമത്തിൻ്റെ കുരുക്കിൽപ്പെട്ട് കിടക്കുന്ന GST ഇനത്തിൽ 3.71 ലക്ഷം കോടി രൂപയുടെ നിയമതർക്കങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സിന്റെ 31.26 ലക്ഷം കോടി രൂപയുടെ നിയമ തർക്കവും നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മുടെ GSTയും ഡയറക്റ്റ് ടാക്സും സംബന്ധിച്ച് നമ്മുടെ ഗവൺമെന്റിന് കിട്ടാനുള്ള കുടിശ്ശിക ഏകദേശം 54.53 ലക്ഷം കോടി രൂപയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വലിയൊരു തുകയാണ്. 54.53 ലക്ഷമാണ്. കോടി രൂപയാണ്. 50 ലക്ഷം കോടി രൂപ, 54 ലക്ഷം, അല്ലെങ്കിൽ ഏകദേശം 54.5 ലക്ഷം കോടി രൂപയുടെ കുടിശ്ശിക ഇനത്തിൽ ഗവൺമെന്റിന് GST ഇനത്തിലും അതുപോലെ തന്നെ ഡയറക്റ്റ് ടാക്സ് ഇനത്തിലും ലഭിക്കാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ വാർത്തയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും ടാക്സുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മളുടെ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മലാ സീതാരാമൻ പുതിയ ഇൻകം ടാക്സ് ബില്ല് അല്ലെങ്കിൽ ആദായനികുതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതിനകത്തിൽ വളരെ സമഗ്രമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. നമുക്കൊരു 1961 ഇൻകം ടാക്സ് ആക്ട് നിലവിൽ വരുന്നത്. അപ്പോൾ 1961 ഇൻകം ടാക്സ് ആദായനികുതി ബില്ലിനെ പരിഷ്കരിക്കുന്ന അല്ലെങ്കിൽ പരിഷ്കരിച്ച രൂപത്തിലുള്ള ആണ് പുതിയ ബില്ല്. ഒത്തിരി പരിഷ്കാരങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവതരിപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്കതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നുള്ള, അല്ലെ പഴയ ബില്ലുമായിട്ട് പഴയ ബില്ലല്ല പഴയ നിയമമായിട്ട് എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇത്രയും പഴക്കമുള്ളൊരു നിയമത്തിന്റെ പ്രധാനപ്പെട്ട രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമായിട്ടുള്ള ആദായ നികുതി ബില്ലല്ല ആദായ നികുതി നിയമം, ഇൻകം ടാക്സ് ആക്ട്. കാരണം ബില്ലാണല്ലോ പിന്നെ നിയമമാകുന്നത്. ആദ്യം ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കും. ലോക്സഭയിലല്ല, നമ്മുടെ പാർലമെന്റിലെ ഇരുസഭകളിലും അവതരിപ്പിച്ച് ഇരുസഭകളുടെയും പിന്നെ വോട്ട് ലഭിച്ചതിന് ശേഷം മാത്രമാണ് അത് ബില്ല് ആക്ട് ആകുന്നത്. ഏത് നിയമവും പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് അത് ബില്ലായിരിക്കും. ആ ബില്ല് അവതരിപ്പിച്ച് പാർലമെന്റ് ഇരുസഭകളും അംഗീകരിച്ച് പിന്നെ പ്രസിഡന്റിന്റെ എൻഡോഴ്സ്മെന്റൂടെ കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാ ബില്ലുകളും ആക്ട് ആകുന്നത്. അപ്പോൾ ഇത് അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് പഴയൊരു നിയമമായതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനകത്തിൽ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇൻകം ടാക്സ് ആക്ട്. അത് നമ്മുടെ സാമ്പത്തിക അവസ്ഥയുമായിട്ട് സമ്പദ് വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തീർച്ചയായിട്ടും അതിനകത്തിലെ പഴഞ്ചൻ നിയമങ്ങളെല്ലാം എടുത്തു മാറ്റി പുതിയ നിയമങ്ങൾ ഉൾപ്പെടുത്തി അതിനെ പരിഷ്കരിക്കുക എന്നുള്ളത് ഒരു മോഡേൺ ഇന്ത്യ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ കൂടെ ഭാഗമാണ്. അത് ഏകദേശം ഈ ഒരു ഗവൺമെൻറ് അതിന് പ്രതിജ്ഞാബദ്ധമായിരുന്നു. അവരേകദേശം അത് ഇപ്പോൾ നമുക്ക് ഈ ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിൽ കൂടെ ആ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഡ്രീം അത് സാക്ഷാത്കരിക്കപ്പെടാൻ പോവുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് രാജ്യത്തിൻ്റെ ആവശ്യമാണ് തീർച്ചയായിട്ടും എന്നല്ല. ഇൻകം ടാക്സ് ആക്ട് മാത്രമല്ല, പഴയതായിട്ടുള്ള എല്ലാ നിയമങ്ങളും എടുത്തു മാറ്റി പിന്നെ സമകാലിക ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ പരിഷ്കാരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ നിയമങ്ങളെയും പുതുക്കുക എന്നുള്ളത് നമ്മളുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഈ യാത്രയ്ക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പം ആദ്യം നേരത്തെ ഈ പറഞ്ഞ ബില്ല് അവതരിപ്പിച്ചെങ്കിലും ധനകാര്യമന്ത്രി അത് പിൻവലിക്കേണ്ട. കാരണം സെലക്ട് കമ്മിറ്റിയുടെ നിർദ്ദേശം, ഒരു സെലക്ട് കമ്മിറ്റിയൊക്കെ അപ്പോയിന്റ് ചെയ്തു. സെലക്ട് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ കൂടി, അതായത് ആ കമ്മിറ്റി മുന്നോട്ട് വെച്ച 285 നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ ഇൻകം ടാക്സ് ബില്ല് പിന്നെ അവതരിപ്പിക്കുന്നത്. അപ്പം അത് ആദായ നികുതിയുടെ നടപടിക്രമങ്ങൾ, കാരണം ഇപ്പോഴും നമുക്കറിയാം ഇന്ത്യയിലെ ടാക്സേഷൻ നിയമങ്ങളെല്ലാം തന്നെ വളരെ കർക്കശമാണ്, വളരെ ഹാർഷാണ്, വളരെ കോംപ്ലക്സ് ആണെന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അതിപ്പോൾ GST ആയാലും ശരി, ഈ ഡയറക്റ്റ് ടാക്സിൻ്റെ നിയമങ്ങളായാലും ശരി. അപ്പം നമ്മൾ മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കൂടുതൽ സാങ്കേതിക വിദ്യകളൊക്കെ ലഭ്യമാകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ
ഇതുപോലുള്ള നിയമങ്ങളെ കൂടുതൽ ലഘൂകരിക്കുകയും നടപടിക്രമങ്ങൾ കൂടുതൽ സിംപ്ലിഫൈ ചെയ്യുകയൊക്കെ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം ടാക്സ് പേ ചെയ്യാൻ ആഗ്രഹമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, സ്വമേധയാ ടാക്സ് കൊടുക്കുവാൻ താല്പര്യമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ വളരെ കോംപ്ലക്സ് ആയതുകൊണ്ട്, സങ്കീർണമായതുകൊണ്ട് അവർ നേരിടുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒത്തിരിയാണ്. അപ്പോൾ അതിനെയൊക്കെ പരിഹരിക്കുന്നതിന് ആ, അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ബില്ലിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഫിനാൻസ് മിനിസ്ട്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പല കാലങ്ങളായിട്ട് അല്ലെങ്കിൽ പല ഘട്ടങ്ങളായിട്ട് ഉയർന്നു വന്ന വിഷയങ്ങളെല്ലാം തന്നെ, കാരണം ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാം ഉൾപ്പെടുത്തി സമഗ്രമായിട്ടുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു റിഫോം അല്ലെങ്കിൽ ചേഞ്ചാണ് പുതിയ ബില്ലിലുള്ളതെന്നാണ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പ്രധാന നിർദ്ദേശങ്ങളൊന്നും നമുക്കിവിടെ ആധികാരികമായിട്ട് പറയുന്നില്ല. 1961 ബില്ലിലാണ് പരിഷ്കാരം ഉണ്ടാക്കുന്നത്. ഈ വർഷം, അതായത് ഈ 2025 ഫെബ്രുവരിയിൽ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ബില്ല് അവതരിപ്പിച്ചെങ്കിലും അവർ സ്വമേധയാ അത് പിൻവലിക്കായിരുന്നു. കാരണം അന്ന് സെലക്ട് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തിട്ടില്ലായിരുന്നു. സെലക്ട് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ കൂടെ ഉൾപ്പെടുത്തി പിന്നെ പരിഷ്കരിച്ച ബില്ല് അവതരിപ്പിക്കുമെന്ന് അന്ന് അവർ പാർലമെന്റിനെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ നികുതി റീഫണ്ടിൽ വരുന്ന മാറ്റം ബില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവസാന തീയതിക്ക് ശേഷം, അതായത് നമ്മുടെ റിട്ടേൺസ് കൊടുക്കേണ്ട അവസാന തീയതിക്ക് ശേഷം ആദായ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്നവർക്ക് റീഫണ്ട് നൽകുന്നില്ല, അല്ലെങ്കിൽ നൽകണ്ട എന്നുള്ള പഴയ നിയമമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മാറ്റുന്ന തരത്തിലുള്ള ഒരു പരിഷ്കാരം കൂടി ഇതിനകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ ബില്ലിലെ സെക്ഷൻ 433 പ്രകാരം റിട്ടേൺ സമർപ്പിക്കുന്ന സമയമാണ് റീഫണ്ടിന് പരിഗണിക്കുക എന്നുള്ളത് ആണ്. അപ്പോൾ നമുക്കിത് ബില്ല് പൂർണ്ണമായിട്ടും പാർലമെന്റിൽ അവതരിപ്പിച്ച് അതിൻ്റെ വ്യക്തമായിട്ടുള്ള രൂപരേഖ കിട്ടിയതിന് ശേഷം മാത്രമേ എന്തൊക്കെയാണ് പരിഷ്കാരങ്ങളെന്നും പഴയ നിയമത്തിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉള്ളതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതുതന്നെ കമ്പനികളുടെ ഇന്റർ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ആനുകൂല്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് മാറ്റം, പഴയ നിയമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം ടാക്സിൻ്റെ പഴയ നിയമമാണ്. അതുപോലെ നികുതിദായകർക്ക് TDS സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിന് ഉള്ള നിൽ TDS സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാനുള്ള സെലക്ട് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഇതിനകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ തന്നെ ഈ പറഞ്ഞ സെലക്ട് കമ്മിറ്റിയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെലക്ട് കമ്മിറ്റി വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കമ്മിറ്റിയാണ്. അത് ഏത് മേഖലയെ സംബന്ധിച്ചും പാർലമെൻറ്റിൻ്റെ ഒരു സെലക്ട് കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ സെലക്ട് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളെല്ലാം ആ ഒരു ബില്ലുമായി ബന്ധപ്പെട്ട പരിഗണനാ വിഷയമാണ്. ഇപ്പോൾ 1961 മുതലുള്ള ആദായ നികുതി നിയമം പരിഷ്കരിക്കുന്നതിന് ഈ പറഞ്ഞ നികുതി ബില്ലിന് സെലക്ട് കമ്മിറ്റിയുടെ അംഗീകാരം ലഭിച്ചതിന് ശേഷമാണ് ഈ ബില്ലുകൾ ആ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. അപ്പം ഇത് 3709 പേജ് വരുന്ന ബില്ലാണ്. അപ്പോൾ നമുക്കറിയാം ഇതിനകത്തിൽ എത്രത്തോളം വളരെ കോംപ്രഹെൻസീവാണ്, ആധികാരികമാണ്, സമഗ്രമാണെന്നുള്ളത്. ഇപ്പോൾ ജൂലൈയിൽ അവതരിപ്പിക്കുന്നതായിരുന്നു. ഇപ്പോൾ ജൂലൈ ഓഗസ്റ്റായി. ഓഗസ്റ്റിലാണ് ഇന്ന് 11. ഏകദേശം കുറേ ദിവസങ്ങൾ മുന്നോട്ട് പോയി എന്നുള്ളത് ഒരു വസ്തുതയാണെങ്കിലും ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോസ്റ്റ്പോൺ ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ 2026 ഏപ്രിൽ മുതലായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സെലക്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട്, അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഗവൺമെൻറ് ശുപാർശകൾ പരിഗണിക്കുകയും ആവശ്യമെങ്കിൽ മന്ത്രിസഭയുടെയൊക്കെ അംഗീകാരം നേടുകയും ബിൽ ലോക്സഭയിൽ പരിഗണനയ്ക്കും പാസ്സാക്കലിനും വേണ്ടി അവതരിപ്പിക്കുകയും ചെയ്യുക. അതതിൻ്റെ പ്രൊസീജിയറാണ്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞാണ് ഈ ടാക്സ് പേയേഴ്സിന് പെട്ടെന്ന് മനസ്സിലാവുന്ന ലളിതമായിട്ടുള്ള ഭാഷകൾ. കാരണം സാധാരണ ഒരു നിയമം ഒരു സാധാരണക്കാരന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല അതിൻ്റെ ഭാഷകളും അല്ലെങ്കിൽ ലാംഗ്വേജൊക്കെ. അതിൽ ആവർത്തനങ്ങൾ, റെപ്പറ്റീഷൻ ഇല്ലാതാക്കുക, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇതിൻ്റെ ഈ പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് വളരെ സിംപ്ലിഫൈ ചെയ്യുക, ലഘൂകരിക്കുക എന്നൊക്കെയുള്ളതാണ് ബില്ലിനകത്തിൽ ലക്ഷ്യം. അപ്പോൾ 1961 ആദായ നികുതി നിയമം 62 പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ അതോടുകൂടി ഈ പറഞ്ഞ ഈ നിയമം 61 നിയമം പൂർണ്ണമായും ഇല്ലാതാവുകയും പുതിയ നിയമം വരികയും ചെയ്യും.
61 നിയമം ഏകദേശം 65 തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഇതിലെ വിവിധ വ്യവസ്ഥകളിൽ 4000-ലധികം ഭേദഗതികൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും വർഷമായിട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇൻകം ടാക്സ് ആയിട്ടും, അല്ലെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞ കുടിശ്ശികയുടെ കാര്യത്തിൽ GST, ഇൻകം ടാക്സിൻ്റെ കുടിശ്ശിക, അതിനുശേഷം ഇൻകം ടാക്സ് ബില്ലിൻ്റെ പുതിയ ഇൻകം ടാക്സ് ബില്ല് അവതരിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങൾ. അപ്പോൾ ഈ പുതിയ ഇൻകം ടാക്സിലെ പരിഷ്കാരങ്ങൾ, ഇൻകം ടാക്സ് ആക്ടിലെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം മാത്രം, അത് നമുക്ക് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായതിനു ശേഷം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാനോ സാധിക്കത്തുള്ളൂ. അപ്പോൾ തൽക്കാലം ഇത്രയും പറഞ്ഞ ടോപ്പിക്ക് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.